കാർത്തിക, രോഹിണി, മകയിരം, മൂലം, പൂരാടം, ഉത്രാടം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇന്നുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതായത് ഈ 9 നക്ഷത്രത്തിൽ പിറന്ന 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളിലൂടെയും ആണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നോ എന്താണ് വരുവാനിരിക്കുന്നത് എന്നോ നിങ്ങൾക്ക് ഒരു ഊഹവുമില്ല. എന്നാൽ ഇപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നവയാണ്. കാരണം ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജൂലൈ മാസം 5-ാം തീയതി സർവാർദ്ധ സിദ്ധിയോഗമാണ് വന്നു ചേരുവാൻ പോകുന്നത്. വേദജ്യോതിഷത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഈ യോഗം സിദ്ധിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ പിന്നീടങ്ങോട്ട് ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങൾ അവിശ്വസനീയമായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ 5-ാം തീയതി ശനിയാഴ്ച ഈ 3 രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച അതിപ്രാധാന്യമറിയിക്കുന്ന നേട്ടങ്ങളും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും സർവാർദ്ധ സിദ്ധിയോഗത്താൽ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ശുക്രൻ ഉദിക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം ജീവിതത്തിൽ ചില കാര്യതടസ്സങ്ങളെ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പലതരത്തിലുള്ള മനസമാധാനക്കേടുകൾ അനുഭവിച്ചു വന്നിരുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത്. ഈ സർവാർദ്ധ സിദ്ധിയോഗം എന്ന് പറയുന്നത് തന്നെ എല്ലാ ആഗ്രഹങ്ങളുടെയും സഫലീകരണവും പല ശുഭകാര്യങ്ങളും വന്നു ചേരുന്ന സമയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ജൂലൈ മാസം 5-ാം തീയതി കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ നാളുകളായി നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും ഉചിതമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭഫലങ്ങൾ നൽകുവാൻ കാരണമാവുകയും ചെയ്യും. അതായത് ഈ ഒരു സമയത്ത് ജീവിതത്തിൽ എന്തൊരു കാര്യമാണെങ്കിലും അതിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇടവം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി തന്നെയായിരിക്കും നിലനിൽക്കുക. മാത്രമല്ല ചില തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരാതിരുന്ന ചില തുകകൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ ചില ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക്, ആരുമില്ലാത്ത അനാഥരായിട്ടുള്ള വ്യക്തികൾക്ക് സഹായങ്ങൾ നൽകുവാനുള്ള യോഗവും ഈ ഒരു ദിവസം കാണുന്നുണ്ട്. ഈ സർവാർദ്ധ സിദ്ധിയോഗം നിങ്ങളിൽ വളരെ അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസവും ആത്മധൈര്യവും കൈവരികയും എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായി എടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും കഴിയും. ഇനി
ഇതിൽ പ്രത്യേകിച്ച് ഇടവം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾ ഭാഗ്യവാന്മാരാണ് എന്ന് തന്നെ പറയാം. കാരണം മക്കളുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും സ്ഥാനക്കയറ്റം, നല്ല ജോലി എന്നിങ്ങനെയുള്ള ജീവിത നേട്ടങ്ങളും ഈ സർവാർത്ഥ സിദ്ധിയോഗത്താൽ ഉണ്ടാകും. അതായത് എത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബമാണ് നിങ്ങളുടേതെങ്കിലും ആ കുടുംബത്തിലുള്ള മക്കൾ കൈവരിക്കുന്ന ചില നേട്ടങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം തന്നെ രക്ഷപ്പെടുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ പുനരാരംഭിക്കുവാനും ആ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുമുള്ള യോഗവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മികച്ച ആരോഗ്യവും മാനസിക സന്തോഷവുമെല്ലാം തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. എന്തുകൊണ്ടും ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും. ഇനി രണ്ടാമതായി ഈ ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച സർവാർത്ഥ സിദ്ധിയോഗം കൊണ്ട് പല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാനും പല ശ്രമങ്ങളുടെയും വിജയകരമായ ഒരു ഫലം കാണുവാനും യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നും കഷ്ടതകളും ഇല്ലായ്മയും ദാരിദ്ര്യങ്ങളും കടബാധ്യതകളുമാണല്ലോ ഭഗവാനെ എന്ന് ഒരു ദിവസം പോലും നിങ്ങൾ ചിന്തിക്കാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം പല വ്യക്തികൾക്കും ജീവിതത്തിലെ ഒരാഗ്രഹങ്ങളും തന്നെ നേടിയെടുക്കുവാൻ കഴിയാതെ പോയവരാണ്. അതായത് ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് സങ്കടപ്പെടുവാനുള്ള കാര്യങ്ങളും ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളുമാണ് ഭൂരിഭാഗവും ഉണ്ടായിട്ടുള്ളത്. കടബാധ്യതകളാകട്ടെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ അത്രയും വലിയ ഭാരമായി നിൽക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും അതിന് തക്കതായ നേട്ടങ്ങളൊന്നും കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സർവാർത്ഥ സിദ്ധിയോഗം എന്ന് പറയുന്നത് തന്നെ ആഗ്രഹ സഫലീകരണം നിങ്ങളിലേക്ക് നൽകുന്ന യോഗമാണ്. അതായത് നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ഭൂരിഭാഗവും നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സമയമായിരിക്കും വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഈ ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ തന്നെ നടക്കുവാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ചെയ്ത ജോലിയുടെ പ്രതിഫലം എന്ന പോലെ ചില ആദരവുകളും ചില പ്രോത്സാഹന സമ്മാനങ്ങൾക്കും ചില വ്യക്തികൾ അർഹരാകും. ഒപ്പം തന്നെ ജോലി സംബന്ധമായി നിങ്ങൾക്ക് ചില ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും യാത്രയിലൂടെ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും കർമ്മ മേഖലയിൽ ഒരു ഉയർച്ചയും കൈവരും. അതുകൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നാൽ പോലും നിങ്ങൾ അതിൽ വിസമ്മതിക്കേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ കൃഷിയും ചെറുകിട കച്ചവടങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇത് ശുഭസമയമാണ്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചില നേട്ടങ്ങൾ കൈവരികയും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലും ഭംഗിയായി നിങ്ങളുടെ വരുമാന സ്രോതസ്സിനെ അധികരിപ്പിക്കുവാനുള്ള ചില വഴികൾ ഒരുങ്ങി വരികയും ചെയ്യും. എന്തുകൊണ്ടും നിങ്ങളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കും കടബാധ്യതകൾക്കുമൊക്കെ ഒരു ശമനമുണ്ടാവുകയും സാവധാനം നിങ്ങളിലേക്ക് ജീവിതത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ഉയർച്ചകൾ വന്നെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സർവാർത്ഥ സിദ്ധിയോഗം നിങ്ങൾക്ക് വളരെ ഗുണകരമായി വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ
വിദേശയാത്രാ യോഗവും കാണുന്നുണ്ട്. അതായത് വിദേശത്ത് ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും സാമ്പത്തിക തടസ്സങ്ങൾ കൊണ്ടും മറ്റു ചില നിയമ തടസ്സങ്ങൾ കൊണ്ടും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാനുള്ള വഴികളും ഒരുങ്ങി വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ചയും വരുവാൻ ഇടയാക്കും. ഒപ്പം തന്നെ ഈ സർവാർദ്ധ സിദ്ധിയോഗത്താൽ മികച്ച ആരോഗ്യസ്ഥിതിയും പല വിധത്തിലുള്ള സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും ഈ ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. എന്നാൽ ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ശ്രദ്ധ കുറവ് കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇനി മൂന്നാമതായി ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ നേരിട്ട് വന്നിരുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം കാണുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ എന്തെന്നില്ലാത്ത ഉയർച്ചകളും പ്രശ്നപരിഹാരങ്ങളുമായിരിക്കും ഈ ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച ഉണ്ടാകുവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ചില പഴയ കാലം മുതൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുന്ന ദിവസം കൂടിയായിരിക്കും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം 5-ാം തീയതി എന്ന് പറയുന്നത്. അതൊരു പക്ഷേ കുടുംബ പ്രശ്നമാകാം, വ്യക്തി ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നമാവാം, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ നിലനിന്നിരുന്ന പ്രശ്നവുമാകാം. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ സ്വൈര്യം കെടുത്തിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകലുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം 5-ാം തീയതി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ശത്രുദോഷം കൊണ്ടും അയൽക്കാരുടെയും ശത്രുക്കളുടെയും ഉപദ്രവം കൊണ്ടും ജീവിതത്തിൽ ഒരു മുന്നേറ്റവും കാണുവാൻ കഴിയാതെ ദിനം പ്രതി മനസമാധാനക്കേടുകൾ മാത്രം അനുഭവിച്ചു വരുന്ന ചില കുംഭം രാശിക്കാരുണ്ട്. നിങ്ങൾ ഒന്നിനും പോയില്ലെങ്കിൽ പോലും നിങ്ങളെ അവർ ദ്രോഹിക്കുകയാണ് എന്ന് തന്നെ പറയാം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ജീവിതത്തിലോ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുവാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനപ്രയാസം തുടങ്ങും. പിന്നീട് അങ്ങോട്ട് പ്രാക്കും വിളിയുമായി നിങ്ങളുടെ ഉയർച്ചയില്ലാതാകുന്നത് വരെ അവർക്ക് ഒരു സമാധാനവുമില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ശത്രുശല്യം തുടരുന്നതിനാൽ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വസ്തു വരെ വിറ്റ് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വരെ ചിന്തിക്കുന്ന പല ആളുകളും ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഈ സർവാർദ്ധ സിദ്ധിയോഗം നിങ്ങൾക്ക് ഗുണകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ട തിരിച്ചടി ലഭിക്കുകയും നിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയും ചെയ്യും. ഇനി കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ജൂലൈ മാസം 5-ാം തീയതി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങളിൽ നിന്നും തുടങ്ങി വയ്ക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച രീതിയിലുള്ള നേട്ടം മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ വരികയുള്ളൂ. ഒപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മാനസിക ആരോഗ്യവുമെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഒക്കെ ഈ ഒരു ദിവസം അറ്റൻഡ് ചെയ്യുവാൻ നിൽക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന ഇൻ്റർവ്യൂവിൽ ഏറ്റവും മികച്ച ഒരു വിജയം കൈവരിക്കുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും. ഇനി പ്രത്യേകിച്ച് വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റിലൊക്കെ പങ്കെടുക്കുവാനിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ദിവസം
ഏറ്റവും ഉത്തമമായിരിക്കും. സാമ്പത്തികമായി നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ നിലനിൽക്കുന്ന സമയമാണെങ്കിലും നിങ്ങളുടെ അശ്രദ്ധ സാമ്പത്തിക കാര്യങ്ങളിൽ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ചില സാമ്പത്തിക പ്രതിസന്ധികളും നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടായേക്കാം. അതൊഴിച്ചാൽ അവിട്ടം, ചതയം, ഉരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സർവാർത്ഥ സിദ്ധിയോഗം നൽകുവാൻ പോകുന്നത് ജീവിത നേട്ടങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 3 രാശിയിൽ പിറന്ന വ്യക്തികൾക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സാമ്പത്തിക നേട്ടങ്ങളുടെയും ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.